കഥയുടെ ആരംഭത്തിൽ ഒരു പോസ്റ്റ്മാൻ വേഗം പാഞ്ഞു വന്ന് സോങ് നിനക്ക് അഡ്മിഷൻ ലെറ്റർ വന്നു എന്ന് വിളിച്ചു കൂവുകയാണ്. നോക്കുമ്പോൾ കഥാനായികയായ സോങ് പാഞ്ഞു വരുന്നു. ഒരു മികച്ച കോളിൽ നിന്നാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അവൾക്ക് എന്തോന്നില്ലാത്ത സന്തോഷമാകും. എന്നാൽ അവൾക്ക് ഒരു വലിയ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയെങ്കിലും അവളുടെ കുടുംബ സാഹചര്യത്തിൽ ട്യൂഷൻ ഫീസ് താങ്ങാൻ കഴിയില്ല. അവളുടെ അച്ഛനാണെങ്കിൽ കണ്ണും കണ്ടോടാ. അപ്പോൾ അവളുടെ അമ്മയും അച്ഛനും വരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ കാലും വയ്യാതെയാണ് ഇരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവൾക്ക് എങ്ങനെ കോളേജ് ഫീസ് അടയ്ക്കാൻ പറ്റും? ഷെങ് ഫാമിലിയിലെ നാനിയായിട്ടാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ അമ്മേ, അവിടെ നാനിയുടെ ജോലി ഒഴിവ് കിട്ടുമോ? അമ്മയ്ക്ക് പകരം ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു. എന്നാൽ ഷെൻ ഫാമിലിയിൽ 40 മുകളിൽ പ്രായമുള്ള ഒരാൾക്കാണ് നോക്കുന്നത്. അതിന് ഒരു വഴിയുണ്ടെന്ന് അവൾ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഷെങ് ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ സെർവൻ്റൊക്കെ ഷെങ്ങിനെ കുറിച്ച് പിറുപിറുത്തുകൊണ്ടേയിരിക്കുന്നു. ഷെങ് വരുമ്പോൾ വെൽ ഡിസിപ്ലിൻ ആയിരിക്കണം, ഷെങ് വരുമ്പോൾ അവനെ വഴങ്ങണം എന്നും. എന്നാൽ ഈ അടുത്തിടെ നടന്ന കാർ അപകടത്തെ തുടർന്ന് അവൻ്റെ 2 കാലും തളർന്നു പോയി. അതിനാൽ പിന്നെ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. പോരാത്തതിന് ഷെങ്ങിന് ഭയങ്കര ദേഷ്യമാണ്. അബദ്ധവശാൽ ക്രിപ്പിൾ എന്ന വാക്ക് മിണ്ടിപ്പോകരുത്. അപ്പോൾ പിറുപിറുത്തു കൊണ്ടിരിക്കുന്നത് കണ്ട് അനിയൻ എന്താണ് അവിടെ സംസാരം, വേഗം ഇങ്ങോട്ട് വരാനായി പറഞ്ഞ് ഹീറോയുടെ കാല് തുടയ്ക്കാനായി പറയുന്നു. എന്നാൽ അവർ ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോൾ പേടിച്ചിട്ടാണ്. കാരണം ലിസ എന്നൊരാൾ അബദ്ധത്തിൽ മിസ്റ്റർ ഷെങ്ങിൻ്റെ കാലിൽ തൊട്ടതും അവളെ സ്രാവുകൾക്ക് തീറ്റയായി കൊടുത്തുന്നു. ആ പേടിയിലാണ് കാലിലെ പാൻ്റൊന്ന് മാറ്റുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പേടിച്ചു. ഇത് കാരണം ഷെങ്ങിന് നല്ല രീതിയിൽ ദേഷ്യം വന്ന് അവരോട് എല്ലാവരോടും പുറത്തു പോകാനായിട്ട് ഉച്ചത്തിൽ പറയുകയാണ്. അനിയനാണെങ്കിൽ അവരെ ഓടരുതെന്ന് പറഞ്ഞ് തടഞ്ഞെങ്കിലും ആരും തന്നെ നിന്നില്ല. ഹീറോ ഇത് പിരിച്ചുവിടുന്നത് 87ാമത്തെ ബാച്ചാണ്. ഇനി എവിടെ നിന്നാണ് നിങ്ങളെ നോക്കാനായിട്ട് ആളെ ഞാൻ കണ്ടെത്തേണ്ടത്? അതിന് ഹീറോ പറയുന്നത് തനിക്ക് ആരെയും സഹായം വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ വീൽ ചെയർ ഒരാളുടെ കൂടി സഹായമില്ലാതെ മറ്റൊരു റൂട്ടിലേക്ക് പോയി തട്ടുന്നു. ഒരു നാനിയില്ലാതെ എന്ത് ചെയ്യും എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് പുതിയ നാനിയായി ജോലിക്ക് വന്ന നമ്മുടെ സോങ്ങിനെ കാണിക്കുന്നത്. അവളാണെങ്കിൽ അടിമുടി മാറി 19 വയസ്സിൽ നിന്ന് 45 വയസ്സുകാരുടെ ലുക്കിലേക്ക് വന്നിരിക്കുകയാണ്. വന്നതും എൻ്റെ പേര് സോങ്, എനിക്ക് ഈ വർഷം 45 വയസ്സായി. കഴിഞ്ഞ മാസം നിങ്ങൾ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചല്ലേ ഞാൻ ജോലിക്ക് വന്നത്. അവൾ വന്നത് തന്നെ പെർഫെക്റ്റ് ടൈമിലാണ്. കാരണം ഇപ്പോൾ അവർക്ക് ഒരു നാനി ആവശ്യമുണ്ട്. ഹീറോയും തിരിഞ്ഞു നോക്കി നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് അവനും പോയി. അപ്പോൾ അവൾ കരുതും ഹീറോയെ മേയ്ക്കാൻ കുറച്ച് പാടാണെന്ന്. എന്നാൽ സാരമില്ല, കോളേജ് ഫീസിന് വേണ്ടി ചെയ്തേ പറ്റൂ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അനിയനും അതൊന്നും കാര്യമാക്കേണ്ട, ചേട്ടൻ അങ്ങനെയാണ്. പക്ഷേ അവളുടെ അമ്മ ആണല്ലോ റെസ്യൂമ് കൊടുത്തത്. കയറിയത് ഇവളും. അപ്പോൾ റെസ്യൂമിലെ പേര് വ്യത്യാസവും പോരാത്തൊരു ഫോട്ടോയിലുള്ള ആളെ ആകില മുന്നിലുള്ളത്. തൻ്റെ ചേട്ടനെ ഉപദ്രവിക്കാനാണോ വന്നെന്ന് ഉദ്ദേശിച്ച് അവനെങ്ങാനും കൈയോടെ പൊക്കിയാൽ എല്ലാ കുളമാകുന്ന പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആൻറ്റി, നിങ്ങളുടെ പ്രധാന ജോലി എൻ്റെ സഹോദരനെ പരിപാലിക്കുക എന്നതാണ്. അവൻ്റെ കാലുകൾക്ക് ഡെയിലി മസാജ് ചെയ്യണം. ഈ ജോലിയിൽ ഒരു കുഴപ്പമില്ലാതെ നിന്നാൽ നിങ്ങൾക്ക് ശമ്പളം 30,000 കിട്ടുമെന്ന് കേട്ടതും വിഷമിക്കേണ്ട, നിന്റെ ചേട്ടന് നല്ലൊരു മസാജ് കിട്ടുമെന്ന് ഉറപ്പ് നൽകി അവൾ ഹീറോയുടെ അടുത്തേക്ക് മസാജ് ചെയ്യാനായിട്ട് പറന്നെത്തി. എന്നാൽ ഹീറോ അതൊന്നും മൈൻഡാക്കാതെ പോകുമ്പോൾ വീൽ ചെയർ നീങ്ങുന്നത് പോലും ഇല്ല. നോക്കുമ്പോൾ അവൾ പിന്നാലെ പിടിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഹീറോ, ഇതിനു മുന്നേ നീ എന്താണ് ചെയ്തത്? ഗ്രാമത്തിൽ അവൾക്ക് കൃഷിയായിരുന്നു അത്രേ. എന്നാൽ ഹീറോ പോകാനായി നോക്കുമ്പോൾ അത് നീങ്ങുന്നില്ല. അവൾ അതിൻ്റെ ബാറ്ററി ഊരിയെടുത്ത് മാറ്റി. അത് വാങ്ങാൻ തന്നെ ഹീറോയും അവളും പിന്നീടൊരു അഭ്യാസം നടത്തുകയാണ്. പെട്ടെന്നാകും അവൾ ഹീറോയ്ക്ക് മസാജ് ചെയ്യാൻ ഹീറോയെ തൂക്കിയെടുത്ത് സോഫയിൽ കിടത്തുന്നത്. അവൻ്റെ കാൽ കാണുമ്പോൾ പേടിയാകുമെന്ന് കരുതിയത്. പക്ഷേ അവൾ കാൽ കാണുമ്പോൾ പേടിക്കുന്നത് പോലുമില്ല. അത് നിസ്സാരമായി കണ്ട് കാൽ മരവിച്ചെങ്കിലും നിങ്ങൾക്ക് എല്ലാ ദിവസവും വേദനപ്പെടുന്നുണ്ടായിരുന്നല്ലേ? എൻ്റെ മസാജ് നിങ്ങളുടെ കാലിന് വേദന രക്ഷിക്കുമെന്ന് പറഞ്ഞ് മസാജൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ കാണുന്ന അനിയന് ഒടുവിൽ സന്തോഷമായി. ആദ്യമായിട്ടാണ് ചേട്ടൻ ഒരാളെ ഇത്ര നേരം നോക്കിയത് തന്നെ. അങ്ങനെ നാനിയുടെ ജോലിയിൽ അവൾ പാസ്സായതിനാൽ അവൾക്ക് ബാൽക്കണിയുള്ള റൂമാകും കൊടുക്കുക. അപ്പോൾ ബട്ട്ലർ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഹീറോ എപ്പോൾ വിളിച്ചാലും പോകണം. മിസ്റ്റർ ഷെങ്ങിൻ്റെ ഭക്ഷണത്തിനും മസാജുകൾക്കും മാത്രമാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം. കുളിപ്പിക്കാനായിട്ട് മെയിൽ നേഴ്സുമാരുണ്ട്. മിസ്റ്റർ ഷെങ്ങിനെ പേടിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഓടിപ്പൊക്കോളൂ. ശേഷം ഹീറോയെ കാണിക്കുകയാണ്. അവൻ സോങ് ആൻറ്റിയെ 3 ദിവസത്തിനുള്ളിൽ പിരിച്ചുവിടും എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ്.
അങ്ങനെ പിറ്റേ ദിവസം ഹീറോയ്ക്ക് കഴിക്കാനായിട്ട് പലതരം ഫുഡാകും അവൾ കുത്തിയിരുന്നുണ്ടാക്കിയത്. എന്നാൽ ഇതിലേത് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി. സോ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് വെറുതെ ആക്കാതിരിക്കാനായിട്ട് അവൾ ലൈക്ക് മുഴുവൻ കഴിച്ചു തീർക്കുക. പിറ്റേ ദിവസം അവൾ ഹീറോയ്ക്ക് വേണ്ടി പാൻ കേക്ക് വരെ ഉണ്ടാക്കിയത്. അപ്പോഴും വേണ്ട എന്നാണ് പറയുന്നത്. സോ പാൻ കേക്ക് അവൻ്റെ അനിയന് ഒരുപാട് ഇഷ്ടമായതിനാൽ അവനായിരിക്കും അതെടുത്ത് കഴിക്കുക. ഹീറോ കഴിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 3 ദിവസത്തിനുള്ളിൽ അവളെ പുറത്താക്കാനായിട്ടാണ്. അവൾക്ക് നല്ലോണം ഉറപ്പായിരുന്നു എന്തായാലും ഹീറോ ഇങ്ങനെ വിശന്നിരിക്കാൻ പോണില്ല. സോ അവൾ ഹീറോയ്ക്കായിട്ട് എഗ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ അന്ന് രാത്രിയായതും ഹീറോ ആരും കാണാതെ വിശന്ന് അവൾ ഉണ്ടാക്കി വെച്ച ഫ്രൈഡ് റൈസൊക്കെ വാരി വലിച്ച് കഴിക്കുന്നു. കാരണം രാവിലെ തുടങ്ങി വിശന്നിരിക്കുകയാണല്ലോ. ഇതൊക്കെ ഇവർ രണ്ടുപേരും മാറി നിന്ന് കാണുന്നുണ്ടായി. അന്ന് തൊട്ട് ഹീറോ പിന്നീട് വിശന്നത് പോലും ഇരുന്നിട്ടില്ല. അപ്പോൾ അനിയൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനായി പറഞ്ഞ് നമ്പർ വരെ കൊടുക്കുന്നു. പക്ഷേ അനിയൻ പോയി കഴിയുമ്പോഴാണ് ജിയാങ് ചാങ് എന്ന ഒരാൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിയത്. ഉടനെ അവൾ അനിയനെ വിളിച്ച് കാര്യം പറയുന്നു. അയാൾ ഹീറോയുടെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറഞ്ഞ് അകത്ത് കയറി. എന്നാൽ അയാൾ ഹീറോയുടെ അപകടം മുതൽ അവൻ കളിയാക്കാനാണ് വരുന്നത്. എൻ്റെ സഹോദരനെ കാണാനാണ് അനുവദിക്കരുത്, വേഗം അവനെ തടയാനായി പറഞ്ഞ് അനിയൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അയാളാണെങ്കിൽ ഹീറോയുടെ മുറിയിൽ വരുമ്പോൾ അയാളെ കണ്ടത് ഭയങ്കര കലിപ്പിലാകുന്നു. ആ ഒരു ദേഷ്യം കൂട്ടാനായിട്ട് മുൻ മഹാനായ പ്രസിഡന്റ് ഷെൻ നോക്കൂ, യഥാർത്ഥത്തിൽ നീ ഒരു വികലാംഗ മനുഷ്യനായി മാറി. എല്ലാവരും പിന്തുടരുന്ന താരമായിരുന്ന നീ ഇപ്പോൾ നീ ഒരു വികലാംഗനാണ്. നിന്റെ പ്രതിശുദ്ധ വധു പോലും ഓടിപ്പോയി. ഹീറോയ്ക്ക് അവനെ ഒരു 2 അടി കൊടുക്കാനുള്ള ദേഷ്യം വന്നെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയ അയാൾ എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നാ ചവിട്ട് എന്ന് പറഞ്ഞതും അപ്രതീക്ഷിതമായി അവളായിരിക്കും അയാൾക്കൊരു കിക്ക് കൊടുക്കുന്നത്. അയാളാണെങ്കിൽ പറന്ന് ഉരുണ്ടുപോയി. ആ ഒരു വയസ്സുള്ള ലേഡി അടിച്ചതിൽ അയാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നോക്കിക്കോ, നീ വെറും നാനാണ്, നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ വീണ്ടും ഒരടി കൊടുത്തു. ദേഷ്യം വന്ന അയാൾ അവളുമായി പിടിവലിയിൽ അവളുടെ ബിഗ് അപ്രതീക്ഷിതമായിട്ട് പോവുകയാണ്. എന്നാൽ ആ ടൈമിലാകും അനിയൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ടു വന്നത്. എന്നാൽ എന്തോ ഭാഗ്യം കൊണ്ട് ഹീറോ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അനിയനും അവളുടെ ബിഗ് പോയത് കണ്ടില്ല. പക്ഷേ ഹീറോയ്ക്ക് എന്തോ പന്തികേട് വരുന്നെങ്കിലും ഹീറോയ്ക്ക് ഒരു കോൾ വന്നു. കോൾ വന്നത് കണ്ട അനിയൻ അവളെ മാറ്റി നിർത്തുകയാണ്. വിളിച്ചത് അവളുടെ അച്ഛനാകും. ആ അച്ഛൻ അവനും കൂടി അച്ഛനാണല്ലോ. അപ്പോൾ നീ എന്താ മാറിയതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട ശേഷം അച്ഛൻ വിളിക്കുമ്പോഴെല്ലാം അവനെ ശകാരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അച്ഛൻ അവൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് എപ്പോഴും വിളിക്കാറ്. അച്ഛൻ്റെ കണ്ണിൽ കമ്പനിയാകണം 1ാം സ്ഥാനം. ചേട്ടൻ്റെ കാല് പോയതിന് പിന്നെ അച്ഛന് അവനൊരു വിലയില്ല. അതുകൊണ്ടാണ് അനിയൻ ഇപ്പോൾ ബിസിനസ് നോക്കുന്നത്. ഇത് കേട്ടതും അവൾ വട്ടുപിടിച്ച പോലെ തല ചൊറിയുമ്പോൾ അവളുടെ വിഗ് അറിയാതെ പൊങ്ങിപ്പോയി. ഇത് ശ്രദ്ധിച്ച അനിയൻ അല്ല ആൻറ്റിയുടെ മുടി എന്ത് ഇങ്ങനെയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൾ അവനെ തെറ്റിദ്ധരിപ്പിച്ച് അവനൊരു പെണ്ണുണ്ടെന്ന് കേട്ടല്ലോ. അതോ അച്ഛനാണെങ്കിൽ അവരെപ്പോഴും നെടുവീർപ്പിക്കുകയാണ്. എൻ്റെ സഹോദരൻ്റെ കാല് പോയത് പിന്നെ അവനും പ്രതിശുദ്ധവധനും ഒന്നിച്ച് വിലയിൽ ഒത്തുകൂടിയിരുന്നു. പെട്ടെന്നാകും ഹീറോയുടെ ഫ്രണ്ടിൻ്റെ കാര്യം ഓർമ്മത്. അവനെ തേടിപ്പോയി. അവൻ പോയപ്പോൾ അവൾ ബിഗെല്ലാം സെറ്റ് ചെയ്തു. എങ്ങാനും കണ്ടുപിടിച്ചാൽ എല്ലാം തന്നെ പോയേനെ. അന്നേരം ഗ്ലാസ് നിലത്ത് വീണ സൗണ്ട് കേൾക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഹീറോ ആയിരിക്കും അത് നിലത്തിട്ടത്. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അവനോട് നല്ല ദേഷ്യത്തിലായിരിക്കും സംസാരിച്ചത്. സോ അവൻ ആ ഫോൺ വലിച്ചെറിഞ്ഞു. ആ ദേഷ്യത്തിൽ അവൾക്ക് കുറച്ച് ക്യാഷ് നൽകി വേഗം ഇവിടുന്ന് പോക്കോ, നിന്നെ ഇവിടെ വേണ്ടെന്ന് പറയുകയാണ്. ഈ ടൈമിൽ അവളൊന്നും മിണ്ടിയില്ല, ബാഗ് എടുത്തിറങ്ങി. എന്നാൽ അവൾക്ക് കോളേജ് അടയ്ക്കാനുള്ള ക്യാഷ് കിട്ടിയെങ്കിലും ഒരു സന്തോഷം പോലും ഇല്ലാണ്ടാണ് അവൾ ആ വീട് വിട്ട് ഇറങ്ങിയത്. ശേഷം ജിയാങ്ങിനെ പാഠം പഠിപ്പിക്കാൻ പോയ ടൈമിൽ നാനി പിരിച്ചുവിട്ടതറിഞ്ഞ് അനിയൻ നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ, അതുപോലെ ഒരു ഫുഡ് ഉണ്ടാക്കി തന്ന നാനി ഇനി നിങ്ങളെ എവിടുന്ന് കണ്ടുപിടിക്കും. ഇത് കേൾക്കുമ്പോൾ പാചകം ചെയ്യാൻ അറിയുന്ന ആളെ വെച്ചാൽ പോരെ, അല്ലെങ്കിൽ ബോഡി ഗാർഡ്സിനെ വെക്കി. അപ്പോൾ നിങ്ങൾക്ക് ആരും മസാജ് ചെയ്തു തരും. ഞാൻ മുടന്തനായി തന്നെ തുടരട്ടെ, ഞാൻ മരിച്ചാലും ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് കേൾക്കുമ്പോൾ അവന് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടുത്തമില്ല. ഇവിടെ സോങ് വീട്ടിലെത്തി അവളുടെ ബിഗ് കഴിച്ച് മാറ്റുന്നു. എന്നാൽ മറുവശത്ത് ഹീറോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സോങ് ആൻറ്റിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് വരുന്നത്. പക്ഷെ അവൻ്റെ അനിയനാകും. അവനാണെങ്കിൽ സോങ് ഉണ്ടാക്കുന്ന അതേ ഫുഡ് ഹോട്ടലിൽ പോയി വാങ്ങിച്ച് കൊണ്ടുവന്നു. എന്ത് കഴിക്കുമ്പോൾ അവൾ ഉണ്ടാക്കുന്നതിൻ്റെ ഏഴയൽപ്പക്കം പോലുമില്ല. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം ആ ചുരുണ്ട മുടി വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവിടെ അമ്മയെ പോലെയാണ് തോന്നിപ്പോവുക. സോങ് ആൻറ്റി ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാം ഇപ്പോൾ മിസ് ചെയ്യുന്നെന്ന് അനിയൻ പറയുന്നു. അവരെ വീണ്ടും കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവന്നു, ഇതിലെനിക്കൊരു ബന്ധമില്ലെന്ന് ഹീറോ പറയുകയാണ്. അങ്ങനെ അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവളുടെ ഗ്രാമത്തിലെത്തുകയാണ്. കൂടെ ഹീറോയും കാണും.
ഇവിടെ അവളെ കാണാൻ അവളുടെ അസൂയ അയൽക്കാരി വന്നിരിക്കുകയാണ്. അവരുടെ മകൻ എവർഗ്രീൻ ഗ്രൂപ്പിൽ ജോലി കിട്ടിയെന്ന് അറിയിക്കാൻ. അവൾ ഷെങ് ഫാമിലിയിൽ ഒരു നാനിയായിട്ടാണല്ലോ ജോലിക്ക് കയറിയത്. അത് പറഞ്ഞ് കളിയാക്കാനാണ് അവർ വന്നത്. നിന്നെ പിരിച്ചു വിട്ടുമെന്നാണല്ലോ കേട്ടത്. ഏത് സാധാരണക്കാർക്കും നാനിയായിട്ട് കയറാം. എന്നാൽ എൻ്റെ മകൻ ഒരു വലിയ കമ്പനിയിലാണ് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് പുകഴ്ത്തി പറയുമ്പോൾ അവരുടെ പൊങ്ങച്ചം കേട്ടുനിന്ന് സമയം കളയാതിരിക്കാനായിട്ട് എനിക്ക് അച്ഛന് ഫുഡ് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ നേരെ വാതിലടയ്ക്കുകയാണ്. ഇവരാണെങ്കിൽ സോങ് ടിങ് ഹുവാനെ അറിയാവോ എന്ന് ചോദിച്ച് അവളുടെ അച്ഛൻ്റെ മസാജ് കടയിൽ കയറുന്നു. അതെ, ഞാൻ അവളുടെ അച്ഛനാണ്. ഇത് കേട്ട അനിയൻ ഷോക്കായി. ഇത്രയും പ്രായമായ സോങ് ആൻറ്റിക്ക് ഇത്രയും പ്രായം കുറഞ്ഞ അച്ഛനോ? അപ്പോൾ അച്ഛൻ കഴിക്കാൻ കൊണ്ടുവച്ച പാത്രത്തിൽ നിന്ന് അവൾ ഉണ്ടാക്കുന്ന അതേ ഫുഡിൻ്റെ മണം ഹീറോയ്ക്ക് കിട്ടുന്നു. അച്ഛൻ കരുതിയത് അവളുടെ ഫ്രണ്ട്സാകും. ഹീറോ മണത്ത് നോക്കുന്നത് കണ്ട് വേണയിൽ അതെടുത്ത് കഴിച്ചോ, എൻ്റെ മകൾ കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കൊണ്ടുവരും. അനിയനും അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ഹീറോ കഞ്ഞി മൊത്തം വയറ്റിലാക്കി. ചേട്ടന് ആൻറ്റിയുടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. സോ വേഗം ആൻറ്റിയെ കൊണ്ടുപോകാൻ. ഞങ്ങൾ സോങ്ങിൻ്റെ സുഹൃത്തുക്കളല്ല, അവർ ഞങ്ങളുടെ വില്ലിൽ ജോലി ചെയ്തവരാണ്. ഞങ്ങൾ വന്നത് സോങ് ആൻറ്റിയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണ്. എന്നാൽ അവൾ ഇനി വരില്ല, അവൾക്ക് കോളേജിൽ പോകേണ്ടതില്ലേ. കോളേജ് എന്ന് കേട്ടതും അവർ വീണ്ടും ഒന്ന് ഞെട്ടി. ആൻറ്റി സോങ്ങിന് ഇത്രയും പ്രായത്തിൽ കോളേജിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ? അപ്പോഴാണ് സോങ് അച്ഛനെ കഞ്ഞിയായിട്ട് കൊണ്ടുവരുന്നത്. സോങ്ങിനെ കണ്ട് വികലാംഗനായിരുന്ന ഹീറോ ഞെട്ടൽ കൊണ്ട് 2 കാലിൽ എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും അന്ന് ആദ്യം വന്നപ്പോൾ അവളുടെ മാറ്റൊക്കെ ഹീറോയ്ക്ക് ഓർമ്മ വരികയാണ്. ഹീറോ ഇരിക്കുമ്പോഴാണ് അവൾ അയ്യോ, നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അമ്മയാണ് ഉദ്ദേശിച്ചത്, നമുക്ക് പുറത്തു പോയൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് വിളിക്കുന്നു. അവൾ അമ്മയായിട്ട് അഭിനയിക്കുന്നത് കണ്ടെത്തിയാൽ അവളുടെ നാശമാകം സംഭവിക്കുക പേടിച്ചു നിൽക്കുകയായിരിക്കും. എന്നാലും ഹീറോയ്ക്ക് അവരുടെ പേരിൽ എന്താ ചേർച്ചക്കുറവ് ഡൗട്ട് കാണുന്നു. അതുകൊണ്ട് അവൾ അച്ഛന് ഡിമിനേഷനും കാഴ്ചശക്തിയും കുറവാണ്. അതിനാൽ പലപ്പോഴും എന്നെ അമ്മയായിട്ടാണ് തെറ്റിദ്ധരിക്കാറ്. എൻ്റെ പേര് സോങ് സിയാവോ. ഇത്രയും ദൂരം അമ്മയെ കാണാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആൻറ്റി ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല. അവരെ കാണാൻ പറ്റുമോ? അവളും അവരെ പോകാനായിട്ട് ശ്രമിച്ചെങ്കിലും അവർ ആൻറ്റിയെ കണ്ടിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് അവൾക്കൊപ്പം പോകാൻ വിളിച്ചു. അവൻ്റെ വർത്തമാനത്തിൽ അവൾക്ക് സംശയമാണ് ഉള്ളത്. കാരണം ഹീറോ സത്യങ്ങളെങ്ങാനും കണ്ടുപിടിക്കുമോ? കണ്ടുപിടിച്ചാൽ തന്നെ അവളുടെ അത് നാശമായിരിക്കും. അങ്ങനെ അവർ അവിടെ വീട്ടിലെത്തി. ആൻറ്റിയെ വിളിച്ചത് അവളുടെ അമ്മയാകും പുറത്തു വരിക. അമ്മയെ കാണാതിരിക്കാനായിട്ട് അവൾ വേഗം ഹീറോയെ തിരിച്ച് വീൽ ചെയറിൻ്റെ ബാറ്ററി ഊരി അമ്മയോട് മാറാനായിട്ട് കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ചു. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടിക്കയറി. അവൾ വേഷമെല്ലാം മാറുകയാണ്. ഇവിടെ ഇവർ എന്ത് ഡൗട്ട് തോന്നിയതിന് അകത്തേക്ക് കയറാനായി വന്നതും കറക്റ്റ് ടൈമിലാകും അവൾ വേഷം മാറി എത്തിയത്. ആൻറ്റിയെ കണ്ടതും അനിയൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഞാൻ പിരിച്ചുവിടാൻ പാടില്ലായിരുന്നു. ആൻറ്റി സോങ്, നിങ്ങൾ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ ശമ്പളം ഇരട്ടാക്കി തരാം. സത്യത്തിൽ ഹീറോയ്ക്കാകും അവളെ കൂടാതെ ജീവിക്കാൻ പറ്റാത്തത്. ഷെങ്ങിൻ്റെ വീട്ടിൽ നിന്ന് അവൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിഞ്ഞാൽ എങ്ങാനും വരാൻ തയ്യാറാണെന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ഹീറോ മകളെ അന്വേഷിക്കുന്നു. അവളും അയ്യോ, അവൾക്ക് വീട്ടിൽ കയറിയപ്പോൾ തന്നെ വൈറൽ കം, അവൾ ബാത്റൂമിലാണ്. സോ അവൾ ഇന്ന് തന്നെ ജോലിക്ക് കയറാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ വീട്ടിൽ വന്നപാടെ അവൾ ഹീറോയ്ക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴാണ് ആരോ കോളിംഗ് ബെല്ലടിക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ ഹീറോയുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ആകും അകത്തേക്ക് കയറുക. അന്നത്തെ പോലെ ഒരു അബദ്ധം പറ്റാതിരിക്കാനായിട്ട് അയാളോട് അവിടെ തന്നെ നിൽക്കാനായി പറഞ്ഞ് നേരെ ഇന്നൊരാൾ കാണാൻ വന്നെന്ന് ഹീറോയോട് പറയുന്നു. അത് ഹീറോയുടെ ഫ്രണ്ട് തന്നെയാണ്, അവനെ അകത്തേക്ക് വിട്ടേക്ക്. അപ്പോൾ അവൻ സൂചിയങ്ങിനെ പോലെയല്ലല്ലോ, എല്ലാത്തിനും ഉപരി അവൻ എൻ്റെ ഒരു ഫിസിഷ്യൻ ഡോക്ടറാണ്. ഉത്തരവ് കിട്ടിയത് കൊണ്ട് അയാളെ അകത്തേക്ക് കയറ്റി. എന്നാൽ ഹീറോയെ ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ ഉറ്റുനോട്ടം കാണുമ്പോൾ ഇവരെന്താ ഇങ്ങനെ എന്നെ നോക്കുന്നത്? താല്പര്യമുണ്ടാകുമോ? അതോ ഞാൻ സുന്ദരനായിട്ടാണോ എന്ന് ചിന്തിച്ച് ആൻറ്റി സോങ്, ഞങ്ങൾ രണ്ടുപേരിൽ ആരാ സുന്ദരൻ? ഹീറോയും അതെ, നീ നിന്റെ ബിസിനസ് നോക്ക്. ശേഷം അയാൾ ഹീറോയുടെ കാലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവളോട് പുറത്തു പോയി നിൽക്കാനായി പറഞ്ഞു. കാരണം ഹീറോയുടെ കാല് ചെക്ക് ചെയ്യുമ്പോൾ ആരെയും അടുത്ത് നിർത്താൻ ഹീറോ സമ്മതിക്കാറില്ല. അപ്പോൾ അവളും ഞാനോ എന്ന് പറയുമ്പോൾ ഹീറോ ആൻറ്റി ഇവിടെ തന്നെ നിന്നോട്ടെ, നോക്കി വെച്ച് യാതൊരുവിധ കുഴപ്പമില്ലെന്ന് പറയുന്നു. ഇതാദ്യമായിട്ടാണ് ഹീറോ ഇങ്ങനെ പറയുന്നത്. ശേഷം ഡോക്ടർ ചെക്കിംഗ് ഒക്കെ ആരംഭിച്ചു. ഹീറോയുടെ കാലിലെ പേശികളുടെ അവസ്ഥ മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടു. സ്കാനിലൊക്കെ ഒരു കുഴപ്പമില്ല. എത്രയും വേഗം ഷെങ് നടന്നു തുടങ്ങിക്കോളും. അതുകൊണ്ട് ഹീറോ നടക്കാനായി അവന് നല്ല മാനസികാവസ്ഥ നിലനിർത്തണം. അത് അവളുടെ ജോലിയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ ഇവൾക്ക് നല്ല മാനസികാവസ്ഥയിൽ നിർത്തുകയാണോ അതോ കോളേജിൽ ചേർന്നേക്കാൾ ബുദ്ധിമുട്ടാണ്? ആ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ നാനേ നിൽക്കുമോ എന്നൊക്കെ ചിന്തിച്ചു. സോ അവൾ അവൻ്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് കൊണ്ടുപോയത് ഫുട്ബോൾ മൈതാനത്തിലാകും. എന്നാൽ ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ അവൻ്റെ ഉള്ള സമാധാനം കൂടി പോയി. അവൻ അസ്വസ്ഥതാകുന്നത് കണ്ട് പോകാമെന്ന് അവൾ പറയുമെങ്കിലും ഹീറോ പുറത്തു പോകാത്തോണ്ടാകും ഇങ്ങനൊരു അസ്വസ്ഥത. സോ അവൾ പോകാമെന്ന് പറയുമെങ്കിലും ഹീറോ സമ്മതിച്ചില്ല. വീട്ടിലിരുന്ന് മടുത്തു.
അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ കാണുമ്പോൾ ഹീറോ അവരെ പോലെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഹീറോ അവരെ പോലെ ഫോട്ടോ എടുക്കാനായി പറഞ്ഞ് ആൻറ്റി അവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ശേഷം ഫോട്ടോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്നാകും അവളുടെ കൈ പിടിച്ച് അവിടെ കവിളിലെ മറുക് കാണുന്നില്ല, അതെവിടെ പോയി എന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയ അവൾ അത് ബ്യൂട്ടി സാലോണിൽ പോയി മറുക് നീക്കം ചെയ്തെന്ന് കള്ളം പറയുന്നു. സോ ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്ന് കരുതി ഉടനെ ഹീറോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ നമ്മൾ വന്നത് ഫുട്ബോൾ കളിക്കാനല്ലേ, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹീറോയ്ക്ക് ഗോൾ കീപ്പർ ആകാനേ പറ്റൂ. സോ അവിടെ അത്രയും നേരം കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർക്കൊപ്പം കളിക്കാൻ ഇറങ്ങുകയാണ്. ഇവിടെ ഹീറോയോട് പേടിക്കേണ്ട, ഒറ്റത്തട്ടിൽ പന്ത് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് മോട്ടിവേഷൻ കൊടുത്തതും പിള്ളേർ പന്ത് തട്ടി അവളെ വീഴ്ത്തി. രണ്ടാമത്തെ റൗണ്ടിൽ ഹീറോയാണ് വീഴ്ത്തുന്നത്. എന്നിരുന്നാലും ഒരാൾ പോലും ഹീറോയെ കളിയാക്കില്ല. എന്നെങ്കിലും ഹീറോയ്ക്ക് കളിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് നൽകി. അന്നേരം അവൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നു. ഷെങ് ഫാമിലിയിലെ ഓരോരു അവകാശം എന്ന പേരിൽ അവനെ കളിക്കാൻ പോലും വിട്ടിട്ടില്ല. കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഹീറോയ്ക്ക് ഫുട്ബോൾ കളിക്കണമെന്ന്. എന്നാൽ വൈകല്യം വന്നതിൽ പിന്നെയാണ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത്. ഇവളും അതെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് പോകും വഴി ഒരു ബലൂണൊക്കെയായിട്ടായിരിക്കും വീട്ടിലെത്തുക. പിന്നീട് സോങ് ഹീറോയെ വീണ്ടും സന്തോഷിപ്പിക്കാനായിട്ട് വൈറൽ സ്പോട്ടിലെത്തിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ലൈവ് ഷോ ഉണ്ട്, മിസ്റ്റർ ഷെങ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. എന്നാൽ ഹീറോ പറയുന്നത് അതിന് നമ്മൾ ഇന്നലെയല്ലേ പുറത്തു പോയത്, ഹീറോയ്ക്ക് എന്ത് ചെയ്യാനാകും, വീൽ ചെയർ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണല്ലോ. എന്നിട്ട് ഹീറോ ഒരിടത്തിരുത്തി കണ്ണാരം പൊത്തി ആ ലേഡീസിനൊപ്പം കളിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ആ പരിപാടി ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും ഹോട്ടൽ മാനേജർ വന്ന് ബില്ല് തരാനായി പറഞ്ഞു. ബില്ല് കണ്ടപ്പോൾ അവൾ ഞെട്ടി. ഈ സ്ഥലം ഒരു തട്ടിപ്പാണ്, എന്നെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് വാക്ക് തർക്കമായി ഉണ്ടായി. രണ്ടുപേരും പണം നൽകാതിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതി ഇത്രയും നേരം തുള്ളിക്കൊണ്ടിരുന്ന ലേഡീസ് പെട്ടെന്ന് ഗുണ്ടകളായിട്ട് മാറുകയാണ്. അവർക്ക് നേരെ കത്തി നീട്ടി. അതിനാൽ ഹീറോ നൽകാമെന്ന് പറഞ്ഞ് ഫോൺ നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല. അവരുടെ കയ്യിൽ കാണും എന്ന് കരുതി ബാഗിൽ അവൾ നോക്കുമ്പോൾ അതിലുമില്ല. ഡ്രൈവറെ വിളിക്കാനായിട്ടാണെങ്കിൽ അവരുടെ കയ്യിൽ നമ്പറില്ല. കാരണം ഹീറോ 3 മാസത്തിനുള്ളിൽ 68 ഡ്രൈവർമാരാണ് പിരിച്ചുവിട്ടത്. പുതിയ ഡ്രൈവർമാരുടെ നമ്പർ പോലും അറിയില്ല. അവരെന്തായാലും ഇവർക്ക് പണി കൊടുക്കും. സോ അവൾ ഷെങ് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഞാൻ ആരെയും നിങ്ങളെ വേദനിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുമ്പോൾ അന്നേരം അവിടെ കുറച്ച് ഗുണ്ടകളെ വിളിച്ചു വരുത്തുകയാണ്. അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ക്യാഷ് തരണമെങ്കിൽ ഒരു കോൾ ചെയ്യാനുണ്ട്, ഫോൺ തരുമോന്ന് ഗുണ്ടയിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് അനിയനെ വിളിച്ചു. എന്നാൽ അനിയനാണെങ്കിൽ ഇവിടെ നല്ല ഉറക്കമാകും, എത്രയൊക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് ഹീറോ അവരെ വീൽ ചെയറിലുണ്ടായ ഒരു ബട്ടൺ അമർത്തിയത്. അത് ഒരു അലാറം ആയിരിക്കും. ഈ അലാറം വീട്ടിലേക്കും ഒച്ച കേൾക്കുക, അത് വീൽ ചെയർ എന്നുള്ള സൗണ്ടാണ്. അപ്പോൾ പെട്ടെന്നായിരിക്കും ചേട്ടൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അനിഞ്ഞെട്ടി എഴുന്നേറ്റത്. വേഗം ഗാർഡ്സിനെ വിളിച്ച് വേഗം ഇറങ്ങി. സമയം വൈകുന്തോറും അവർക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവരെ കെട്ടിയിടാനായി പറയുമ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും അനിയനും ഹീറോയുടെ ആൾക്കാരും എത്തിയത്. അവർക്ക് കൊടുക്കേണ്ട പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ വാങ്ങുന്നത് പോലില്ല. കാരണം ആ നാട്ടിലെ ഏറ്റവും പവർഫുൾ ഫാമിലിയാണ് ഷെങ്ങിൻ്റെ. ശേഷം വീട്ടിലെത്തുമ്പോൾ ഹീറോയുടെ ഫിയാൻസിയും ഹീറോയ്ക്കൊട്ടും ഇഷ്ടമല്ലാത്ത ഫ്രണ്ടും കൂടി വന്നു നിൽക്കുന്നു. അടുത്ത മാസം ഇവർ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഹീറോയ്ക്ക് പ്രത്യേക ക്ഷണക്കത്ത് കൊണ്ടായിരിക്കും വന്നത്. കാറിനകത്തെ ഹീറോയെ കണ്ടതിനാൽ അവർ ഹീറോയെ വിവാഹത്തിന് വരണമെന്ന് നിർബന്ധമായിട്ട് വിളിച്ച് കാർഡ് നൽകി. എന്നാൽ പരിപാടിയിൽ അനിയനവനെ ഒറ്റയ്ക്ക് വിടില്ല, അവനെ കൂട്ടാനായിട്ട് പറയുന്നു. ആ ടൈമിൽ ഹീറോയ്ക്ക് കാൽ മസാജ് ചെയ്യാൻ ടൈമായി. സോ അവൾ ഹീറോ ഓടിപ്പോകാതിരിക്കാനായിട്ട് ബാറ്ററിക്ക് ഓരി മാറ്റി. അവർ ഹീറോയെ ആ വിവാഹ നിശ്ചയ പാർട്ടി ക്ഷണിച്ച തന്നെ ഒരു കെണിയായിട്ട് തന്നെയാണ്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അപകടത്തിന് ശേഷം തൻ്റെ ഓരോ നീക്കം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹീറോയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾ ഇനി ഞാൻ തർക്കിക്കാനില്ല എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി ഹീറോ ആണെങ്കിൽ വല്ലാതെ ആവുകയാണ്. സോ ഹീറോ ഉടനെ ഒരു കൗൺസിലിനെ ഡോക്ടറെ കാണുന്നു. ഹീറോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്തിടെ ഒരു സ്ത്രീ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നത് പോലെ അവളുടെ ഓരോ നീക്കവും എൻ്റെ വികാരങ്ങളെ ബാധിക്കുന്നു. പക്ഷേ അവർ എന്നേക്കാൾ പ്രായമുള്ളവരാണ് എന്നതാണ്. ആ ഒരു ചെറിയ സ്പർശനം പോലും അവളിലേക്ക് ആകർഷിക്കുകയാണ്. ഇതൊക്കെ ഒരു പ്രണയത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറയുമ്പോൾ അവർക്ക് എത്ര പ്രായമുണ്ടാകും? ഏകദേശം 40 മുകളിലാണെന്ന് കേൾക്കുമ്പോൾ ഡോക്ടർ വരെ ഞെട്ടിപ്പോയി. പിറ്റേന്ന് ഹീറോയും അനിയനും അവൻ്റെ ആൾക്കാരെയും കൂട്ടി വിവാഹത്തിന് എത്തുകയാണ്. എന്നാൽ ഹീറോ വന്നപാടെ എല്ലാവരും ഹീറോയെ കുറിച്ചാണ് സംസാരം. അവൻ്റെ എക്സിൻ്റെ വിവാഹത്തിന് വരാൻ നാണമില്ലേ? ഈ അവസ്ഥയിൽ അവൻ എങ്ങനെ അകത്തേക്ക് കയറും എന്ന് പറഞ്ഞ് ഹീറോയെ നോക്കി കളിയാക്കി ചിരിച്ചു. ഇതിനു വേണ്ടി തന്നെയാണ് ഇവർ ഈ പരിപാടിക്ക് തന്നെ ഹീറോ വിളിച്ചത്. എന്നാൽ ഇവർ അകത്തേക്ക് കയറുമ്പോൾ ഗാർഡ്സ് ഷെങ്ങിനെ അകത്തേക്ക് കയറ്റാതെ ആരെ കയറ്റില്ലെന്ന് പറയുകയാണ്. ഇവർ വന്ന് നോക്കുമ്പോൾ ഹീറോയും ചേറിൽ അവളും അനിയനും സമരം പോലെ അവിടെ ഇരിക്കുന്നു. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് അവരോട് ഹീറോയെ കയറ്റാനായി പറഞ്ഞു.
എന്നാൽ ഇന്നലെ പനിയായതുകൊണ്ട് തന്നെ പൊക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയാണ്. നിങ്ങൾ അവിടെ വെറുതെ നിൽക്കുകയില്ലെന്ന് പറഞ്ഞ് സോങ് അവരെ ഹീറോയെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് തള്ളിവിട്ടു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അവർ തന്നെ പൊക്കി ഹാളിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഹീറോയ്ക്ക് ഇഷ്ടമില്ലാത്ത ആ ചെക്കൻ ഹീറോയെ കൊച്ചാക്കാനായിട്ട്, ഹീറോ ഒരു വികലാംഗൻ കൂടിയാണല്ലോ, അവനെ പോലെ ഒരാൾ ഉണ്ടെങ്കിൽ വിവാഹം കഴിപ്പിച്ചേനെ. ഇത് കേട്ടതും അവൻ പോയെങ്കിലും അവന്റെ എക്സ് വിടുന്നതില്ല. അപ്പോഴാണ് സോങ് അതിനൊരു കയറി, നിങ്ങൾ നിർത്തുന്നുണ്ടോ, ഷെങ്ങിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, 10 മിനിറ്റ് താ, ഞാൻ അവളെ വേഗം കൂട്ടിക്കൊണ്ടു വരാമെന്ന് ഹീറോയ്ക്ക് ധൈര്യം കൊടുത്തിട്ടാകും അവൾ പോയത്. കേട്ടവർ 2 കാലുകളിൽ വൈകല്യമുള്ള ഒരാളായിരിക്കും, ആരാണ് ഡേറ്റിംഗ് ചെയ്യുക? അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. പോയ ആളും വന്നില്ല, കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവന്റെ ഗേൾ ഫ്രണ്ട് വന്നില്ലല്ലോ, അവർ ചിലപ്പോൾ രക്ഷപ്പെട്ട് കാണും. ഷെൻ കുടുംബത്തിലെ പരമ്പര അവസാനിക്കാൻ പോവുകയാണ്, ഇനി അവനൊരു പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് സോങ് അടിമുടി മാറി പാട്ടിയിലെത്തുന്നത്. അവളെ കണ്ടപ്പാടെ ഹീറോയെ പുച്ഛിക്കൊണ്ടിരുന്നവർ വാപ്പൊളിച്ചു പോയി. അവളുടെ പേര് പറയുമ്പോഴാണ് ഇത് സോങ് ആന്റിയുടെ മകളാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായത്. എന്നാൽ അവളുടെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോൾ ആന്റി സോങ്ങിനെ പോലെ തന്നെ തോന്നിപ്പോവുകയാണ്. അങ്ങനെ പരിപാടി ആരംഭിക്കാൻ പോയപ്പോഴാണ് അനിയനൊന്ന് നിൽക്കണേ, നിനക്ക് കുറ്റബോധമൊന്നും തോന്നണില്ലെന്ന് പറഞ്ഞ് അവളുടെ എക്സ് ആണെന്ന് പറഞ്ഞ് ആ ക്ലബിലുള്ള ഒട്ടുമിക്ക ആൾക്കാരെ വിളിച്ചു വരുത്തി അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് എന്ന് പറയുന്നു. കെട്ടാൻ പോണ ചെക്കനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. 1 2 അല്ല 10 പേരാകും, നീയും കൂടി നിന്നാൽ 11 ആകുമെന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. കൊണ്ടുവന്നവരും തകർത്തായിട്ടായിരിക്കും അഭിനയിക്കുക. സത്യത്തിൽ അവരൊക്കെ അവളുടെ എക്സ് തന്നെയായിരുന്നു. സോ ചെക്കൻ വിവാഹം നിർത്തിവെച്ചെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. പരിപാടി കഴിഞ്ഞതും ഹീറോയും അനിയനും ആൻറ്റി സോങ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് കുളമായില്ലായിരുന്നു. പക്ഷെ അവൾ പറയുന്നത് അമ്മ വന്നോളും, ഞാൻ പോന്ന്. എന്നാലും അവർ വിട്ടില്ല. സോ ആൻറ്റി സോങ്ങിന്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷെ ഫോണുള്ളത് അവളുടെ കയ്യിലാണല്ലോ. അമ്മ ഫോൺ തന്റെ കയ്യിൽ വെച്ചിട്ട് പോയി. പിന്നെ എനിക്ക് അമ്മയെ ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ. ആൻറ്റിയെ ഇപ്പോൾ കാണാതെ ആയിട്ട് 4 മണിക്കൂറായില്ലേ, വല്ല കംപ്ലൈന്റ് കൊടുക്കണോ, മിസ്സിംഗ് ആണോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, എന്തോ ഭാഗ്യം കൊണ്ട് അവളുടെ അച്ഛന് കോൾ വന്നതിനാൽ അവൾ വീട്ടിലേക്ക് പോയി. പക്ഷേ അനിയനും ചേട്ടനും അമ്മയും മകളും എന്തിനാണ് ഇത്ര വിചിത്രമായി പെരുമാറുന്നതെന്ന് ഡൗട്ട് ഒരുങ്ങുന്നു. ശേഷം അവൾ അച്ഛൻ്റെ കടയിലെത്തി. എന്താണ് നീ ഇത്ര നേരത്തെ? ബോസ് എന്നെ നേരത്തെ പോകാനായിട്ട് അനുവദിച്ചു, അതുകൊണ്ട് കടയിലെ കാര്യങ്ങൾ നോക്കാനായി വന്നതാ. അവളുടെ അമ്മയ്ക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പറ്റും. അവൾ അകത്തേക്ക് പോയ നേരത്താകും ഷെങ് വന്ന് സോങ്ങിൻ്റെ അമ്മയെ വിളിച്ചു. അച്ഛൻ കരുതി ഇത് ആരാടാ എൻ്റെ ഭാര്യ ഇത്ര അടുപ്പത്തോടെ വിളിക്കുന്നതെന്ന് ചോദിച്ച് വടി കുത്തി വരുമ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലായത് അയാൾക്ക് കണ്ണു കണ്ടുകൂടാ. സോ ഹീറോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാകും സൗണ്ട് കേട്ട് സോങ് എത്തുന്നത്. ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ സ്നേഹത്തോടെ പേര് വിളിച്ച് ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു, ഞാൻ അവനെ വേഗം പുറത്താക്കിയെന്ന് പറയുകയാണ്. ശേഷം അവളും അച്ഛനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഹീറോ മാറിയിരുന്ന് കാണുന്നുണ്ടായി. സോ ഉടനെ സോങ് ആൻറ്റിയെ വിളിച്ച് ജോലിയിലേക്ക് വേഗം വരാനായി പറഞ്ഞു. പിറ്റേ ദിവസം അവൾ എത്തുമ്പോൾ ഹീറോയും ഡോക്ടർ ഫ്രണ്ടും കാണുന്നു. ഹീറോയ്ക്ക് പനി പിടിച്ചതിനാൽ ഇടയ്ക്കൊന്ന് തുടയ്ക്കാനായി പറഞ്ഞിട്ട് ഏൽപ്പിക്കുകയാണ്. ശേഷം സോങ് അവന് തുടച്ചൊക്കെ കൊടുക്കുമ്പോൾ ഹീറോ, നിങ്ങളുടെ മകൾ സോങ് സിയാവയ്ക്ക് ഈ വർഷം എത്ര വയസ്സായി? അവൾ ഉടനെ കോളേജിൽ പോകും. എന്തിനാണ് ഇത് പെട്ടെന്ന് ചോദിക്കാനുള്ള കാരണം? ഒന്നുമില്ല, അവൾ വളരെ നല്ലവളാണ്, എനിക്കവളെ ഇഷ്ടമായെന്ന് കേൾക്കുമ്പോൾ ഹീറോ തമാശ പറഞ്ഞതാണെന്നാണ് ഇവൾ കരുതിയത്. ഇവിടെ ഇയാൾ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനാൽ അവൾ നേരെ ഹീറോയുടെ വീട്ടിലേക്ക് കയറി. ഹീറോയുമായി വീണ്ടും ഒന്നിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഹീറോ അത് വകവയ്ക്കും പോലും ചെയ്യുന്നില്ല. അപ്പോഴാണ് എക്സ് പറയുന്നത് ഹീറോയുടെ അന്നത്തെ കാർ അപകടം ഒരു അപകടമല്ലായിരുന്നു, അത് അവനും കൂടി ചെയ്ത പ്ലാനാണ്. എന്നാൽ അത് ചെയ്തത് അവനാണെന്ന് ഹീറോയ്ക്ക് നല്ലോണം അറിയായിരുന്നു. അപകടത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സൂചിയെ കുറിച്ച് അന്വേഷിക്കാനായി ആളുകൾ അയച്ചു. ചിങ് ഗ്രൂപ്പിന്റെ വളർച്ചയോടുള്ള ഹീറോയുടെ ഇടപെടൽ അസൂയ തോന്നിയോണ്ടാണ് ഈ പ്ലാൻ ചെയ്തത്. കൊല്ലാൻ തന്നെയാണ് പ്ലാൻ ഇട്ടത്, പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതിനുള്ള തെളിവ് അവിടെ പക്കലുണ്ടെന്ന് പറയുമ്പോൾ കുറഞ്ഞത് 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് പറയുമ്പോൾ ഹീറോ സോങ്ങിനോട് വേഗം ഡ്രൈവറിനെ വിളിച്ച് വണ്ടി റെഡിയാക്കാനായി പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ അവർ പോകും വഴിയിലായിരിക്കും ആക്സിഡന്റ് സംഭവിക്കുക. ഇതും അയാളാകും ചെയ്തത്. ഹീറോയ്ക്ക് സോങ്ങിനും കുഴപ്പമില്ല. എന്നാൽ പുറത്തിറക്കുമ്പോഴാണ് നിർഭാഗ്യം വെച്ചാൽ സോങ്ങിന്റെ ബോധം പോയത്. പിന്നീട് കാണിക്കുന്നത് മേക്ക് ഓവർ ഇല്ലാത്ത സോങ്ങിനാണ്. ഇപ്പോൾ അവൾ പ്രായമായ സ്ത്രീയെ പോലെയല്ല. ഇപ്പോൾ നിന്നെ കണ്ടാൽ 40-50 വയസ്സ് തോന്നിക്കുന്നുണ്ടെന്ന് ഹീറോ പറയുമ്പോഴാണ് അവൾ കണ്ണാടിയിൽ നോക്കി ഞെട്ടിയത്. ഇപ്പോൾ ആ മേക്ക് ഓവർ എല്ലാം പോയല്ലോ. പിന്നീട് അവൾ ഇങ്ങനെ വരാനുള്ള സാഹചര്യം തുറന്നു പറയുകയാണ്. എന്നോട് ക്ഷമിക്കണം, കോളേജിൽ പോകാൻ പണമില്ലായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ നാനിയായിട്ടാണ് ജോലിക്ക് വന്നത്. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ ട്യൂഷൻ ഫീസ് എനിക്ക് അടയ്ക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഇവിടെ നാനിയായിട്ട് വന്നത്. ഹീറോയോട് പറയാനൊരു പേടിയാണെന്ന് പറയുമ്പോൾ ഹീറോ, നിനക്കിതിൽ നിന്ന് ശിക്ഷയില്ലെങ്കിൽ അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു മാർഗമുണ്ട്. അതെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ എന്നെ അങ്ങ് വിവാഹം ചെയ്തേക്ക്. ഇവളും സമ്മതിച്ചില്ല. ഓരോ തവണയും നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോൾ നിന്നോട് കൂടുതൽ ഇഷ്ടമാണ് തോന്നിയത്. നീ ഒരു പ്രകാശ കിരണം പോലെയാണ്. എൻ്റെ ജീവിതത്തിലെ വെളിച്ചമാകാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ച് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും കിസ് ചെയ്യാൻ പോയി. പെട്ടെന്നാകും ഡോക്ടർ വന്ന് എക്സ്റേ നോക്കിക്കൊണ്ട് വരുന്നത്. ഹീറോയ്ക്ക് ഇപ്പോൾ കാലിൽ യാതൊരുവിധ കുഴപ്പമില്ല.
എപ്പോൾ വേണമെങ്കിലും നടക്കാം. അപ്പോഴാണ് അവളെ കണ്ടത്. എവിടുന്ന് കിട്ടി ഇത്രയും പ്രായം കുറഞ്ഞ കൊച്ചിനെ? ആരാണിവൾ? അവളെ തന്നെ പരിചയപ്പെടുത്തി. ഞാൻ ആൻറ്റി സോങ്ങിൻ്റെ മകളാണ്. ആൻറ്റി സോങ് തന്നെയാണെന്ന് പറയുമ്പോൾ ഡോക്ടർ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ആദ്യമായിട്ടാണ് അവളുടെ യഥാർത്ഥ വ്യക്തിത്വമായി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ അവൾ, ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് നിനക്ക് എത്ര ഉറപ്പുണ്ടോ? കോളേജിൽ വെച്ച് എനിക്ക് ഇതിനേക്കാൾ മികച്ച ഒരാളെ കണ്ടുമുട്ടിയാലോ എന്ന് പറഞ്ഞ് ഹീറോയുടെ മടിയിലിരിക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടൈമിലായിരിക്കും അനിയൻ ചേട്ടനുള്ള കഴിക്കാനുള്ള ഫുഡുമായിട്ട് വരുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടുന്നത്. ആൻറ്റി സോങ്ങിൻ്റെ മകൾ എന്താ നിന്റെ മടിയിലിരിക്കുന്നത്? അപ്പോൾ അവളായിട്ട് തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇനി മുതൽ ഞാനാണ് നിന്റെ ചേച്ചി. പെട്ടെന്ന് ഹീറോ എഴുന്നേറ്റ് നിന്നു. അവനും ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആൻറ്റി സോങ്ങിൻ്റെ മകളല്ലേ? ആൻറ്റി നിന്നോട് വളരെ നല്ല രീതിയിലല്ലേ പെരുമാറിയത്, പിന്നെ നീ എന്തിനാ അവരോട് ഇങ്ങനെ ഒരു ചതി ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയുന്നത്, ഞാൻ ഇവളെയാണ് വിവാഹം കഴിക്കുന്നത്. ഇനി തൊട്ട് ഇവളും ഈ കുടുംബത്തിലെ അംഗമാണെന്ന് പറയുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോഴും അവരുടെ സ്നേഹത്തിന്റെ അടയാളമായിട്ട് സോങ് ഇപ്പോഴും ഹീറോയുടെ വീൽ ചെയർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഡ്രാമ ഇതോടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.